ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA ഫസ്റ്റ് സെമ്മിൻ്റെ ലീഗൽ ലിറ്ററസി എന്ന മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിലെ ഫസ്റ്റ് ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റ്, അതായത് ഫസ്റ്റ് ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക, ലൈക്ക് ചെയ്യുക. ഒപ്പം പെയ്ഡ് നോട്ട്സോ അസൈൻമെൻറ്റ്സോ ഒക്കെ മലയാളത്തിൽ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ വരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു. ആ നമ്പറിൽ ബന്ധപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് തരാം കേട്ടോ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇനി പെട്ടെന്ന് പോകണം, നമുക്ക് തീർക്കണം, എന്നിട്ട് എക്സാം ബേസ്ഡ് ക്ലാസ്സുകൾ തരണമെന്നൊരാഗ്രഹമുണ്ട്. അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ തന്നെയാണ് ക്ലാസ്സുകൾ പോകുന്നത്. അപ്പോൾ നോക്കാം. ഫസ്റ്റ് ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് ഇൻട്രൊഡക്ഷൻ ടു ഭാരതീയ ന്യായ സംഹിത അഥവാ IPC, കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ CPC, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത CRPC, ഭാരതീയ സാക്ഷ്യ സംഹിത, ഇന്ത്യൻ എവിഡൻസ് ആക്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അല്ലാതെ നമുക്ക് ഭാരതീയ ന്യായ സംഹിത നോക്കാം. BNS എന്ന ഷോർട്ട് ഫോമിലാണ് അത് ഇനി നമ്മൾ ഈ പുസ്തകത്തിലുടനീളം പറയാം കേട്ടോ. 1860 കൊളോണിയൽ കാലഘട്ടത്തിലെ ഇന്ത്യൻ പീനൽ കോഡ് അഥവാ IPCക്ക് പകരമായിട്ട് രൂപീകരിച്ചതാണ് ഇത് ഭാരതീയ ന്യായ സംഹിത അഥവാ BNS. ഇന്ത്യയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മൂല്യങ്ങൾ, മനുഷ്യാവകാശങ്ങൾ, വേഗത്തിലുള്ള നീതി, നിയമപാലകരും വ്യക്തി സ്വാതന്ത്ര്യവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന സമകാലിക യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന കൂടുതൽ ന്യായവും കാര്യക്ഷമവുമായ ഒരു നിയമചട്ടക്കൂട് സൃഷ്ടിക്കുക എന്നതാണ് BNSൻ്റെ ലക്ഷ്യം. ഇനി അതിൻ്റെ ചരിത്ര പശ്ചാത്തലം, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, എങ്ങനെ രൂപം കൊണ്ടുവന്നത്. ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിൽ അവരുടെ ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് IPC രൂപപ്പെടുത്തിയതാണ്. അത് മെക്കാളെ പ്രഭു 1860 നടപ്പിലാക്കിയത് കേട്ടോ. മെക്കാളെ പ്രഭുവാണത് തയ്യാറാക്കിയത്. അതിപ്പോൾ അതായി 1860 നടപ്പിലാക്കിയതെന്ന് പറയുമ്പോൾ പതിറ്റാണ്ടുകളായി അല്ലേ. അപ്പോൾ ഇനി എന്ത് വേണം? IPC കാലഹരണപ്പെട്ടതാണെന്നൊരു വാദം വന്നു. തികച്ചും വ്യത്യസ്തമായ സാമൂഹിക രാഷ്ട്രീയ സന്ദർഭങ്ങളിൽ രൂപപ്പെടുത്തിയതാണത് എന്നുള്ളൊരു വിമർശനവും ഉണ്ടായി. അപ്പോൾ ഒരു പുതിയ നിയമചട്ടക്കൂടിൻ്റെ ആവശ്യകത വളരെ കാലമായിട്ട് ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും 21ാം നൂറ്റാണ്ടിൻ്റെ ആഗമനവും ഒക്കെ ഭരണത്തിലും സമൂഹത്തിലും ഒരുപാട് മാറ്റങ്ങൾ, ഭരണ സിദ്ധാന്തത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ആ ഒരു പരിഷ്കരണത്തിൻ്റെ ആവശ്യത്തോടുള്ള പ്രതികരണം എന്ന നിലക്കാണ് BNS രൂപീകരിച്ചിട്ടുള്ളത്. ആധുനിക ജനാധിപത്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നതിനോടൊപ്പം അതിൻ്റെ സമ്പന്നമായ ചരിത്ര പാരമ്പര്യവും ദാർശനികവുമായ വേരുകൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യയുടെ നിയമ പാരമ്പര്യത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് ഇത് BNS. ഈ കോഡിൻ്റെ ആമുഖം ഇന്ത്യൻ നിയമത്തിൻ്റെ അപകോളനീകരണത്തിലേക്കുള്ള ഒരു സുപ്രധാന മാറ്റത്തെ അടയാളപ്പെടുത്തുന്നുണ്ട്. തദ്ദേശീയ മൂല്യങ്ങളെയും ആധുനിക നീതിന്യായ ആവശ്യങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള ഒരു നിയമവ്യവസ്ഥ വികസിപ്പിക്കുന്നതിലേക്കുള്ള നീക്കമായിരുന്നു BNSൻ്റെ രൂപീകരണം. ഇത്രയാണ് അതിൻ്റെ ചരിത്ര പശ്ചാത്തലം. ഇനി അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് പർപ്പസസ്, ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും. ഒന്നാമത്തത് എല്ലാവർക്കും നീതി നൽകുക എന്നുള്ളതാണ്. എല്ലാ പൗരന്മാർക്കും ന്യായമായതും ആക്സസ് ചെയ്യാവുന്നതുമായ നീതി ഉറപ്പാക്കുക. രണ്ടാമത്തത് വേഗത്തിലുള്ള നിയമ നടപടികൾ കൊണ്ടുവരിക. മൂന്നാമത്തത് മനുഷ്യാവകാശങ്ങളെ കേന്ദ്രീകരിക്കുക. 4 ഇന്ത്യൻ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. അഞ്ചാമത്തത് ഉത്തരവാദിത്വവും സുതാര്യതയും ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷ്യങ്ങൾ. ഇനി കീ ചേഞ്ചസ് ആൻഡ് റിവിഷൻസ് ഇൻ ദ ഭാരതീയ ന്യായ സംഹിത. ഭാരതീയ ന്യായ സംഹിതയിലെ പ്രധാന മാറ്റങ്ങളും അതിൻ്റെ പുനരവലോകനങ്ങൾ. ഭാരതീയ ന്യായ സംഹിത അഥവാ BNS ഇന്ത്യയുടെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയെ നവീകരിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിരവധി മാറ്റങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഉയർന്നു വരുന്ന കുറ്റകൃത്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനും മനുഷ്യാവകാശങ്ങളുടെ മെച്ചപ്പെട്ട സംരക്ഷണം ഉറപ്പാക്കുന്നതിനും നിയമ നടപടികൾ കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ പുനരവലോകനത്തിലൂടെ പ്രതിഫലിപ്പിക്കുന്നത്. പുരാതന നിയമങ്ങളിലേക്കുള്ള അപ്ഡേറ്റുകൾ, പുതിയ കുറ്റകൃത്യങ്ങളുടെ ആമുഖം, സമകാലിക സാമൂഹികവും സാങ്കേതികവുമായ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന പരിഷ്കരിച്ച നിയമ വശങ്ങളെങ്കിൽ നിർവചനങ്ങൾ എന്നിവ പ്രധാന മാറ്റങ്ങളിൽ ഉൾപ്പെടുന്നു. ഇനി റിവൈസ്ഡ് ഡെഫിനിഷൻസ് ഇൻ ഭാരതീയ ന്യായ സംഹിത. ഭാരതീയ ന്യായ സംഹിതയുടെ പുതുക്കിയ നിർവചനങ്ങൾ, അതായത് വിവിധ പ്രവർത്തനങ്ങൾക്ക് പുതിയ നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഭാരതീയ നിയമസംഹിത. അത് ഏതൊക്കെയാണ്? അതിൽ ഒന്നാമത്തത് രാജ്യദ്രോഹത്തിനാണ്. ദുരുപയോഗം തടയുന്നതിന് വേണ്ടിയിട്ട് രാജ്യദ്രോഹത്തെക്കുറിച്ചുള്ള നിയമം പുനർനിർവചിക്കുകയോ പകരം വയ്ക്കുകയോ ചെയ്തിരിക്കുന്നു. ഇത് മുഖേന BNS മുഖേന. പിന്നെ ദൈവദൂഷണവും ധാർമ്മിക കുറ്റകൃത്യങ്ങളും. ആധുനിക മാനദണ്ഡങ്ങളെ മാനിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവനിന്ദ, സദാചാര പോലീസിങ് എന്നിവ കുറിച്ചുള്ള കാലഹരണപ്പെട്ട കൊളോണിയൽ കാലഘട്ടത്തിലെ നിയമങ്ങൾ വ്യക്തി സ്വാതന്ത്ര്യത്തിന് പകരമായിട്ട് റദ്ദാക്കിയിട്ടുണ്ട്. പിന്നെ ബലാത്സംഗവും ലൈംഗികാതിക്രമവും
വിപുലീകരിച്ച നിർവചനങ്ങൾ ഇപ്പോൾ വൈവാഹിക ബലാത്സംഗ കൈകാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള വ്യവസ്ഥകളും പ്രായപൂർത്തിയാകാത്തവർക്കുള്ള സംരക്ഷണവും ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെ ക്രിമിനൽ അപകീർത്തിപ്പെടുത്തലാണ്. നിയമാനുസൃതമായ വിമർശനം അടിച്ചമർത്താനുള്ള ഒരു ദുരുപയോഗം തടയുന്ന പ്രശസ്തി സംരക്ഷണത്തോടൊപ്പം സ്വതന്ത്രമായ സാധാരണ അവസ്ഥ സന്തുലിതമാക്കാനുള്ള ശ്രമങ്ങളും പരിഷ്കരിച്ചു. പിന്നെ സൈബർ കുറ്റകൃത്യങ്ങളാണ്. അപ്ഡേറ്റ് ചെയ്ത നിർവചനങ്ങൾ ഇപ്പോൾ സൈബർ സ്റ്റാക്കിംഗ് പോലെയുള്ള കുറ്റകൃത്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ ഫോക്കസ് ഓൺ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഇൻഡിവിജ്വൽ ഫ്രീഡംസ്. മനുഷ്യാവകാശങ്ങളിലും വ്യക്തി സ്വാതന്ത്ര്യത്തിലുമുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കലാണ്. മനുഷ്യാവകാശങ്ങളിൽ ഏതിനൊക്കെയാണ് ന്യായമായ വിചാരണയും നടപടിക്രമങ്ങളും നടക്കുന്നത്. മറ്റൊന്ന് ഏകപക്ഷീയമായ അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം. മൂന്നാമത്തത് തടവുകാരുടെ അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുക്കൽ. നാലാമത്തത് ഇരയെ കേന്ദ്രീകരിച്ചുള്ള നീതി. ഇരയ്ക്ക് നീതി കിട്ടുന്ന വിധത്തിലായിരിക്കുക. ഇത്രയാണ് അതിൻ്റെ പറയുന്ന കാര്യങ്ങൾ. ഹ്യൂമൻ റൈറ്റ് ഫോക്കസിങ്. ഇനി ന്യൂ ഒഫൻസസ് ഇൻട്രൊഡ്യൂസ്ഡ്. പുതിയ നിയമലംഘനങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്ന് സൈബർ ക്രൈമാണ്, സൈബർ കുറ്റകൃത്യം. സൈബർ സ്റ്റാക്കിംഗ് വരുന്നുണ്ട്. അതിൽ ഓൺലൈൻ ഉപദ്രവവും ദുരുപയോഗവും അതിൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ ഹാക്കിങ്ങും ഡാറ്റ മോഷണവും സൈബർ ക്രൈമിൽ ഉൾപ്പെടും. പിന്നെ ടെററിസത്തിൽ തീവ്രവാദത്തിന് ധനസഹായം നൽകുന്നതിനെ എതിർക്കുന്നു. പരിശീലനവും റിക്രൂട്ട്മെൻറ്റും നൽകുന്നതും ശിക്ഷിക്കുന്നു. പിന്നെ തീവ്രവാദത്തിൽ സാങ്കേതികവിദ്യയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനെ കുറ്റകൃത്യമായിട്ട് കരുതുന്നു. പിന്നെ ഓർഗനൈസ്ഡ് ക്രൈംസാണ്, സംഘടിത കുറ്റകൃത്യങ്ങളാണ് അതിൽ വരുന്നത്. മൂന്നാമത്തത് അതിൽ റാക്കറ്റിങ്ങും പിടിച്ചു പറയും. സംഘടിത കുറ്റകൃത്യങ്ങളിൽ കള്ളക്കടത്ത്, കൊള്ളയടി എന്നിവയ്ക്ക് കഠിനമായ ശിക്ഷകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ മയക്കുമരുന്ന് കടത്ത്, അത് വൻതോതിലുള്ള മയക്കുമരുന്ന് കടത്തിന് കർശനമായ ശിക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ മനുഷ്യക്കടത്താണ്. അതായത് പെനാൽറ്റികളും ഇരകളുടെ സംരക്ഷണവും പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ സംരക്ഷണം നൽകാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള കേട്ടോ. പിന്നെ നാലാമത്തത് ആൾക്കൂട്ടാക്രമണമാണ്, മോബ് ലിഞ്ചിങ് എന്ന് പറയും. ആൾക്കൂട്ടാക്രമണ വിരുദ്ധ നിയമങ്ങൾ നടപ്പിലാക്കുക. മറ്റൊന്ന് ലോ എൻഫോഴ്സ്മെൻറ്റ് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടപ്പിലാക്കുക. അത്രയാണ് അതിൽ വരുന്നത്. ഇനി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ഇൻ ദ ഭാരതീയ ന്യായ സംഹിത. ഭാരതീയ ന്യായ സംഹിതയിലെ പ്രധാന ഭാഗങ്ങൾ. 1 വകുപ്പ് 78 ഡിജിറ്റൽ ഡൊമൈനുമായിട്ട് ബന്ധപ്പെട്ട കുറ്റങ്ങൾ ഉൾപ്പെടുന്നതാണ് വകുപ്പ് 78. സൈബർ സ്റ്റാക്കിങ്ങും ഓൺലൈൻ ഉപദ്രവവും അതിൽ വരും. പിന്നെ ഹാക്കിങ്ങും അനധികൃത ആക്സസും അതിലുൾപ്പെടും. ഐഡൻറ്റിറ്റി മോഷണവും വഞ്ചനയും അതിലുൾപ്പെടുന്നുണ്ട്. കുട്ടികളെ ചൂഷണം ചെയ്യലും സൈബർ ദുരുപയോഗവും ഇതിൽ വരുന്നുണ്ട്, വകുപ്പ് 78 ഉൾപ്പെടുന്നു. ഒരു ദുരുപയോഗത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് പ്രായപൂർത്തി ആകാത്തവർ ഉൾപ്പെടുന്നവർക്ക് കഠിനമായ ശിക്ഷകൾ അത് ഉറപ്പു നൽകുന്നുണ്ട്. ഇനി സെക്ഷൻ 124 രണ്ടാമത് വരുന്നത്. 124A കേട്ടോ. രാജ്യദ്രോഹത്തിൻ്റെ പുനർനിർവചനമാണ് അതിൽ വരുന്നത്. ഇടുങ്ങിയ നിർവചനമാണ്. അതായത് വിയോജിപ്പിനുള്ള അവകാശം സംരക്ഷിക്കുന്ന, അക്രമത്തെ നേരിട്ട് പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ പൊതു അക്രമത്തിനും ദേശീയ അഖണ്ഡതയ്ക്കും ഭീഷണിയുടെ ഉയർത്തുന്ന പ്രവൃത്തികളിലേക്ക് രാജ്യദ്രോഹത്തെ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന് വിയോജിപ്പും രാജ്യദ്രോഹവും തമ്മിലുള്ള വേർതിരിവാണ്. നിയമാനുസൃതമായ വിമർശനത്തെ രാജ്യദ്രോഹത്തിന് വ്യക്തമായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. സമാധാനപരമായ പ്രതിഷേധങ്ങളെയും സംസാര സ്വാതന്ത്ര്യത്തെയും അത് സംരക്ഷിക്കുന്നുണ്ട്. അതേസമയം പിന്നെ ശിക്ഷകളാണ്. രാജ്യദ്രോഹത്തിനുള്ള ശിക്ഷകൾ ഇപ്പോൾ അനുവദനീയമാണത്. എങ്ങനെയാണ്? അക്രമാസക്തമായ രാജ്യദ്രോഹത്തിന് കഠിനമായ ശിക്ഷ, സംസാരം ഉൾപ്പെടുന്ന ചെറിയ ലംഘനങ്ങൾക്ക് കൂടുതൽ മൃദുവായ രീതിയിലോ അല്ലെങ്കിൽ കസ്റ്റഡിയിലില്ലാത്തതോ ആയ ശിക്ഷകൾ കൊടുക്കലാണ് കേട്ടോ. ഇനി ന്യൂ സെക്ഷൻസ് ഓൺ ടെററിസം ആൻഡ് നാഷണൽ സെക്യൂരിറ്റി. അതായത് തീവ്രവാദത്തെയും ദേശീയ സുരക്ഷയെയും സംബന്ധിച്ചിട്ടുള്ള പുതിയ വകുപ്പുകൾ ഇതിൽ ചേർത്തത് ഏതൊക്കെയാണ്? അപ്പോൾ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു. ഒന്ന് സെക്ഷൻ 124A മറ്റൊന്ന് 78 പറഞ്ഞില്ലേ. ഇനി പുതിയതായിട്ട് ചേർത്തിട്ടുള്ളത് ഏതൊക്കെയാണ്? അത് അക്രമാസക്തമായ പ്രവർത്തികൾ മാത്രമല്ല ഇതിലുൾപ്പെടുക, അതിന് ധനസഹായം കൊടുക്കലും ഉൾക്കൊള്ളുന്നതാണ് പുതിയ നിർവചനത്തിൽ. അതായത് ഈ രാജ്യദ്രോഹ കുറ്റങ്ങൾക്ക് ധനസഹായം നൽകുന്നവരെ പോലും ശിക്ഷിക്കുന്ന രീതിയിൽ. അതായത് റിക്രൂട്ട്മെൻറ്റ്, പരിശീലനം, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം, ഭയം സൃഷ്ടിക്കുകയും പൊതുസുരക്ഷയെ തടസ്സപ്പെടുത്തുകയും അക്രമത്തിലൂടെയോ ഭീഷണിപ്പെടുത്തുന്നതിലൂടെയോ ഭരണകൂടത്തിൻ്റെ പരമാധികാരത്തിന് തുരങ്കം വെക്കുന്ന പ്രവർത്തനങ്ങളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ തീവ്രവാദ ധനസഹായം പറഞ്ഞില്ലേ, നമ്മൾ പുതിയ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനോ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനോ ഉൾപ്പെടെയുള്ള വ്യക്തികൾക്ക് കർശനമായ പിഴകൾ ഏർപ്പെടുത്തുന്നതാണ്. പിന്നെ തീവ്രവാദത്തിൽ സാങ്കേതികവിദ്യയുടെ ഉപയോഗം പറഞ്ഞല്ലോ, അതെങ്ങനെയാണ് പുതിയ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്? ഓൺലൈൻ പ്ലാറ്റ്ഫോം, അതുപോലെ എൻക്രിപ്റ്റ് ചെയ്ത ആശയവിനിമയത്തിൻ്റെ ഉപയോഗം, സോഷ്യൽ മീഡിയ പ്രചരണം എന്നിവ ഒഴികെയുള്ള റിക്രൂട്ട്മെൻറ്റ് കുറ്റകൃത്യമാക്കിയിട്ട് കണക്കാക്കുന്നുണ്ട്.
പിന്നെ തീവ്രവാദ പരിശീലനവും റിക്രൂട്ട്മെൻറ്റുമാണ്, അതും പുതിയ വിഭാഗത്തിൽ വരുന്നതാണ്. പരിശീലന വിഭാഗത്തിലോ റിക്രൂട്ട്മെൻറ്റ് തീവ്രവാദ സംഘടന പിന്തുണയ്ക്കുന്നതിലോ ഉൾപ്പെട്ടിരിക്കുന്നവർക്കുള്ള പിഴകൾ വർദ്ധിപ്പിക്കുന്നു എന്നതാണ്. പിന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള ശിക്ഷകൾ, ജീവപര്യന്ത തടവും ആൾക്കൂട്ടനാശത്തിന് വധശിക്ഷയും ഉൾപ്പെടെയുള്ള ശിക്ഷകളാണ് ഇതിനുവഴി നൽകിപ്പോരുന്നത്. ഇനി നാഷണൽ സെക്യൂരിറ്റി പ്രൊവിഷൻസ് ആണ്, ദേശീയ സുരക്ഷാ വ്യവസ്ഥകൾ. ഇതിൻ്റെ കീഴിൽ വരുന്ന ദേശീയ സുരക്ഷാ വ്യവസ്ഥകൾ ഏതെല്ലാമാണ് എന്നുള്ളതാണ് കേട്ടോ. ഒന്നാമത്തത് ചാരവൃത്തിയും രാജ്യദ്രോഹവും. ഒരു പ്രത്യേക വിഭാഗം ചാരപ്രവർത്തനം, രാജ്യദ്രോഹം, ദേശീയ താൽപ്പര്യങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങളിൽ കടുത്ത ശിക്ഷ നൽകുന്നു. പിന്നെ റാഡിക്കലൈസേഷൻ വിരുദ്ധ നടപടികൾ, തീവ്രവാദ പ്രത്യയ ശാസ്ത്രങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട വ്യക്തികളെ പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിലെ വിദ്യാഭ്യാസത്തിലൂടെയും തൊഴിൽ ബദലിലൂടെയും അധിവസിപ്പിക്കലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിർത്തി കടന്നുള്ള ഭീകരത തടയൽ. പിന്നെ ഇത്രയാണ് ഈ ഭാരതീയ ന്യായ സംഹിതയിൽ വരുന്നത്. അതായത് ഭാരതീയ ന്യായ സംഹിത ഇന്ത്യയുടെ ക്രിമിനൽ നീതിന്യായ സമീപനത്തിലെ പരിവർത്തനപരമായ, അതായത് വിപ്ലവകരമായ മാറ്റത്തെ അടയാളപ്പെടുത്തുന്ന ഒന്നാണ്. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം ആധുനിക വെല്ലുവിളികളെ നേരിടുന്നതിനും ഇത് സജ്ജമാണ്. സെക്ഷൻ 150 പ്രകാരമുള്ള സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള പുതിയ വ്യവസ്ഥകളും തീവ്രവാദത്തിനെതിരായ കർശന നടപടികളും സമകാലിക ഇന്ത്യക്ക് പ്രസക്തമായൊരു സന്തുലിത നിയമ ചട്ടക്കൂട് തന്നെ ഇതുകൊണ്ട് സ്ഥാപിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇമ്പാക്റ്റ് ഓൺ ദ ഇന്ത്യൻ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം. ഇന്ത്യൻ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൻ്റെ സ്വാധീനം. ഭാരതീയ ന്യായ സംഹിത അഥവാ BNS ഇന്ത്യൻ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയാൽ പരിവർത്തനമായ മാറ്റങ്ങൾ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു 1860 ഇന്ത്യയിലെ ശിക്ഷാ നിയമത്തിലെ അതായത് IPC വിടവുകൾ പരിഹരിച്ചിരുന്നു. നിയമപരമായ ചട്ടക്കൂട് നവീകരിക്കുന്നതിലൂടെയും ജുഡീഷ്യൽ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഇരകളുടെ സംരക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നീതിക്കും ദേശീയ സുരക്ഷയ്ക്കും കൂടുതൽ പുനരധിവാസ സമീപനത്തിലേക്ക് മാറാനും BNS സൗകര്യമൊരുക്കുന്നു. ഇനി ഭരണഘടനാപരവും മനുഷ്യാവകാശപരവുമായ ആശയങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത് സാധ്യതയുള്ള അധികാര ദുരുപയോഗമാണ്. അതായത് രാജ്യദ്രോഹത്തിൻ്റെയും ഭീകരതയുടെയും വിപുലീകരിച്ച നിർവചനങ്ങൾ വിമതർ, ആക്ടിവിസ്റ്റുകൾ, രാഷ്ട്രീയ എതിരാളികൾ എന്നിവരെ ലക്ഷ്യം വെക്കാൻ അധികാരികൾ ദുരുപയോഗം ചെയ്യുമെന്നും ഇത് ഭരണഘടനാപരമായ അവകാശങ്ങളെ ലംഘിക്കുമെന്നും വിമർശകർ ഇതിനെതിരെ പറയുന്നുണ്ട്. ഇനി കുറ്റാരോപിതരുടെ അവകാശങ്ങൾ. വേഗത്തിലുള്ള വിചാരണകളും പ്രത്യേക കോടതികളും സമഗ്രമായ അന്വേഷണങ്ങളും ന്യായമായ വിചാരണാവകാശങ്ങളും വിട്ടുവീഴ്ച ചെയ്യാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് BNS എന്ത് ചെയ്യുന്നുണ്ട്? പ്രതികളുടെ അവകാശങ്ങളെ തുരങ്കം വെക്കാവുന്ന ആശങ്ക ഉയർന്നു വരുന്നുണ്ട്. ഇനി ന്യൂനപക്ഷ സമുദായങ്ങളിലെ സ്വാധീനം. ദേശീയ സുരക്ഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ന്യൂനപക്ഷങ്ങളെ അനുവാദമില്ലാതെ ബാധിച്ചേക്കും എന്നൊരു വിമർശനവും. ഇനി കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ, സിവിൽ നടപടിക്രമങ്ങളുടെ കോഡ്. സിവിൽ വ്യവഹാരത്തിനുള്ള നടപടി ക്രിമിനൽ നിയന്ത്രണത്തിലുള്ള ഇന്ത്യയിലെ ഒരു നിർണായക നിയമനിർമ്മാണ ചട്ടക്കൂടാണ് സിവിൽ പ്രൊസീജിയർ കോഡ് അഥവാ CPC എന്ന് പറയും. അതാണ് CPC. സിവിൽ തർക്കങ്ങൾ അല്ലെങ്കിൽ സിവിൽ തർക്കങ്ങൾക്ക് ചിട്ടയായ സംവിധാനം നൽകുന്നതിന് വേണ്ടി സ്ഥാപിച്ചതാണ് CPC. നീതിന്യായമായും കാര്യക്ഷമമായും ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വ്യക്തികളുടെ അവകാശങ്ങളെ ക്രമാനുഗതമായൊരു നിയമവ്യവസ്ഥയുടെ ആവശ്യങ്ങളുമായിട്ട് അതായത് ചിട്ടയായൊരു വ്യവസ്ഥയുമായിട്ട് സന്തുലിതാവസ്ഥമാക്കി കൊണ്ടുവരുന്നതിനുള്ള നടപടികളാണ് ഇതിലൂടെ നിർവഹിക്കുന്നത്. ഇനി സിവിൽ പ്രൊസീജിയർ കോഡിൻ്റെ അവലോകനമാണ്. സിവിൽ നിയമത്തിൻ്റെ വിവിധ പ്രധാന വശങ്ങൾ CPC ഉൾക്കൊള്ളുന്നുണ്ട്. സിവിൽ നടപടികൾ ഘടനാപരമായും യോജിച്ചതുമായ രീതിയിൽ നടക്കുന്നുണ്ടെന്നത് ഉറപ്പാക്കുന്നുണ്ട്. നിർവചനവും സ്വഭാവവും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ കോടതികളിലെ സിവിൽ വ്യവഹാരങ്ങളെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ സ്ഥാപിക്കുന്ന ഒരു നടപടിക്രമ നിയമമാണ് CPC. നീതി നടപ്പാക്കുക മാത്രമല്ല അത് നടപ്പാക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതും ഇതിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. ഇനി പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? CPCയുടെ സവിശേഷതകൾ. 1. കോടതികളുടെ അധികാര പരിധി. തർക്കത്തിൻ്റെ സ്വഭാവവും മൂല്യവും അടിസ്ഥാനമാക്കി കോടതികളുടെ അധികാര പരിധി നിശ്ചയിക്കുന്നു. രണ്ടാമത്തത് സിവിൽ നടപടികളിലേക്കുള്ള ശിക്ഷകൾ. വാദി, പ്രതി, മൂന്നാം കക്ഷി, ഇടപെടുന്നവർ എന്നിവരുൾപ്പെടെയുള്ള സിവിൽ വ്യവഹാരത്തിലെ കക്ഷികളുടെ റോളുകൾ CPC നിർവചിക്കുന്നു. മൂന്നാമത് ഹർജികളും രേഖകളുമാണ്. ഫയൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഇത് സ്ഥാപിക്കുന്നു. പിന്നെ ഓർഡറുകളും നിയമങ്ങളുമാണ്. സിവിൽ കോഡുകൾ കൈകാര്യം ചെയ്യുന്നതിനും പരിഹരിക്കുന്നതിനുമുള്ള ഒരു ചെറിയ ചട്ടക്കൂട് ഇത് നൽകുന്നു. പിന്നെ കവർ ചെയ്ത സിവിൽ കോഡുകളുടെ തർക്കങ്ങൾ, കരാർ സാധ്യതകൾ, സ്വത്ത് തർക്കങ്ങൾ, ടോർട്ട് ക്ലെയിമുകൾ, കുടുംബ നിയമ വിഷയങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി സിവിൽ തർക്കങ്ങൾ CPCക്ക് കീഴിൽ ബാധകമാണ്. ഇനി ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഡെവലപ്മെൻറ്റാണ്. ചരിത്ര പശ്ചാത്തലവും അതിൻ്റെ വികസനവും. സമൂഹത്തിലെ മാറ്റങ്ങൾ, നിയമതത്വങ്ങൾ, ജുഡീഷ്യൽ വ്യാഖ്യാനങ്ങൾ എന്നിവ
പ്രതിഫലിപ്പിക്കുന്ന CPC അതിൻ്റെ തുടക്കം മുതൽ എന്താണ് ഗണ്യമായി വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ 1908 ബ്രിട്ടീഷ് ഭരണകാലത്താണ് ആദ്യത്തെ CPC നിലവിൽ വന്നത്. ഇത് പ്രധാനമായും ബ്രിട്ടീഷ് നിയമതത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒന്നായിരുന്നു. ഇന്ത്യയിലെ വിവിധ അധികാര പരിധിയിലുടനീളമുള്ള സിവിൽ നടപടിക്രമങ്ങൾ ഏകീകരിക്കാനും ലഘൂകരിക്കാനും ഇത് ലക്ഷ്യമിട്ടിരുന്നു. പിന്നെ സ്വാതന്ത്ര്യാനന്തര പരിഷ്കാരങ്ങളോ 1947 സ്വാതന്ത്ര്യാനന്തര CPC സമൂഹത്തിൽ മാറുന്ന ആവശ്യങ്ങൾ പരിഹരിക്കാൻ നിരവധി ഭേദഗതികൾ, സിവിൽ വ്യവഹാരത്തിൽ വേഗത്തിലാക്കുക, കാലതാമസം കുറയ്ക്കുക, എല്ലാ പൗരന്മാർക്കും നീതിയുടെ പ്രവേശനക്ഷമത വർദ്ധിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള ഒരുപാട് ലക്ഷ്യങ്ങൾ അത് മുന്നോട്ട് വെച്ചു. ഇനി അതിനുശേഷം വന്ന പ്രധാന ജുഡീഷ്യൽ വ്യാഖ്യാനങ്ങൾ എന്തൊക്കെയാണ്? വിവിധ സുപ്രീം കോടതി വിധികൾ CPCയുടെ വ്യാഖ്യാനത്തിനും പ്രയോഗത്തിനും രൂപം നൽകിയിട്ടുണ്ട്. ഇനി CPCയുടെ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും. സിവിൽ നീതിന്യായ വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നതിൽ CPC നിരവധി ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒന്നാമത്തത് ന്യായവും നീതിയും ഉറപ്പാക്കുക എന്നത്. രണ്ടാമത്തത് സിവിൽ വ്യവഹാരം കാര്യക്ഷമമാക്കുക. മൂന്നാമത്തത് പ്രവേശനക്ഷമതയും കാര്യക്ഷമതയും പ്രോത്സാഹിപ്പിക്കുക. നാലാമത്തത് നടപടിക്രമങ്ങൾക്കായി വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ സ്ഥാപിക്കുക. അഞ്ചാമത്തത് തർക്കങ്ങളുടെ വേഗത്തിലുള്ള പരിഹാരം സുഗമമാക്കുക. ഇത്രയാണ് അതിൻ്റെ ലക്ഷ്യങ്ങൾ. ഇനി പെറ്റീഷൻസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻസ്, നിർവചനങ്ങളും വ്യാഖ്യാനങ്ങളും നോക്കാം. നമുക്ക് കോഡിലുടനീളം വ്യക്തമായ ഏകീകൃത വ്യാഖ്യാനം ഉറപ്പാക്കാൻ പ്രധാന നിബന്ധനകൾക്ക് CPC നിർവചനങ്ങൾ നൽകുന്നുണ്ട്. കോടതിയെ സംബന്ധിച്ച് നിയമത്തിൻ്റെ അധികാരത്തിന് കീഴിൽ സ്ഥാപിതമായ ഇന്ത്യയിലെ ഒരു സിവിൽ കോടതിയെയാണ് സൂചിപ്പിക്കുന്നത്. ഡിഗ്രി എന്ന് പറയുമ്പോൾ ഒരു സിവിൽ കോടതിയുടെ വിധി നിർണയത്തിൻ്റെ ഔപചാരികമായൊരു ആവിഷ്കാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓർഡർ എന്നതുകൊണ്ട് ഒരു സിവിൽ കോടതിയുടെ തീരുമാനത്തിൻ്റെ ഔപചാരികമായ പ്രകടനമാണ് സൂചിപ്പിക്കുന്നത്. വാദി, പ്രതി എന്നതൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യവസ്ഥകൾ സിവിൽ സ്യൂട്ടിൽ ഉൾപ്പെട്ട കക്ഷികളെ സൂചിപ്പിക്കുന്നു. അതായത് ഇവിടെ വാദി നടപടി ആരംഭിക്കുകയും പ്രതി പ്രതികരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി പാർട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സിവിൽ വ്യവഹാരത്തിൽ വാദിയോ പ്രതിയോ ഹാജരാകുന്ന ഏതൊരു വ്യക്തിയുമാണ് പാർട്ടി എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്കടുത്തത് സ്യൂട്ട്സ് ഇൻ ജനറൽ, പൊതുവായിട്ടുള്ള സ്യൂട്ടുകൾ എന്ത്? ഒന്ന് സിവിൽ കോടതികളുടെ അധികാരപരിധിയാണ്. സ്യൂട്ടുകളിലൊന്ന് സിവിൽ കോടതികളുടെ അധികാരപരിധിയാണ്. അതിൽ നിർവചനം വരുന്നത് CPC നിർവചിച്ചിട്ടുള്ള കേസുകൾ കേൾക്കാനും തീരുമാനിക്കാനുമുള്ള കോടതിയുടെ അധികാരത്തെയാണ് അധികാരപരിധി കൊണ്ട് സൂചിപ്പിക്കുന്നത്. അധികാരപരിധിയുടെ തരങ്ങളുണ്ട്, വിവിധ തരങ്ങളുണ്ട്. ഒന്ന് പ്രാദേശിക അധികാരപരിധി, മറ്റൊന്ന് വിഷയ അധികാരപരിധി, മൂന്ന് പണമിടപാട് അധികാരപരിധി, ഇങ്ങനെ മൂന്നെണ്ണം. രണ്ടാമത്തത് സ്യൂട്ടുകളുടെ സ്ഥാപനമാണ്. എങ്ങനെയാണ് സ്യൂട്ടുകൾ സ്ഥാപിക്കുന്നത് എന്നുള്ളത്. അതിലൊന്നാമത് വരുന്നത് അത് തന്നെയാണ്, എങ്ങനെയാണ് സ്യൂട്ടുകൾ സ്ഥാപിക്കുന്നത്. രണ്ടാമത്തത് ഫയലിംഗ് ഫീസും മറ്റ് ആവശ്യകതകളും, പിന്നെ നോട്ടീസ് സേവനങ്ങൾ, പിന്നെ സമൻസും രൂപഭാവവുമാണ് മൂന്നാമത്തത്. സമൻസും രൂപഭാവത്തിൽ സമൻസ് പുറപ്പെടുവിക്കൽ, സേവന രീതി, കക്ഷികളുടെ പ്രതിപക്ഷ സ്വഭാവം, പിന്നെ ഹർജികളുടെ തരങ്ങൾ അതൊക്കെയാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ഹർജികളുടെ തരങ്ങളിലെ കേസ് വസ്തുതകളും ആവശ്യങ്ങളുമാക്കിയിട്ട് വാദികൾ സമർപ്പിക്കുകയാണ് ചെയ്യുക. രേഖാമൂലമുള്ള പ്രസ്താവനയുണ്ട്, ഹർജികൾക്കുള്ള പൊതു നിയമങ്ങളുണ്ട്, കൃത്യമായി പിന്നെ ഹർജികളുടെ ഭേദഗതി നടത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി സ്പെഷ്യൽ പ്രൊസീഡിങ്സ് ആണ്, പ്രത്യേക നടപടിക്രമങ്ങൾ. അതിലൊന്നാമത് വരുന്നത് ഗവൺമെൻറ്റിന് എതിരെയോ ഗവൺമെൻറ്റിനാലോ ഉള്ള വാദങ്ങളാണ്. അതായത് ഗവൺമെൻറ് നേരിട്ട് പറയുന്നതോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം വരുന്നതോ ആയ വാദഗതികൾ. പിന്നെ അടുത്തത് വരുന്നത് പൊതു ട്രസ്റ്റുകളുമായി ബന്ധപ്പെട്ട സ്യൂട്ടുകളാണ്. പൊതു ട്രസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട സ്യൂട്ടുകൾ. മൂന്നാമത്തത് ഇൻ്റർപ്ലീഡർ സ്യൂട്ടാണ്. ഒന്നിലധികം വ്യക്തികളെ വ്യവഹാരത്തിൽ ഉൾപ്പെടുത്തുന്ന തരത്തിലുള്ള സ്യൂട്ടുകൾ. ഇത്രയാണ് പ്രധാന സ്യൂട്ടുകളിൽ വരുന്നത്. ഇനി നമുക്ക് ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ADR ആണ്. ഇതര തർക്ക പരിഹാരങ്ങൾ. ഇതുകൂടാതെയുള്ള മറ്റ് തർക്ക പരിഹാരങ്ങൾ. പരമ്പരാഗത കോടതി വ്യവഹാരത്തിന് പുറത്തുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വിവിധ രീതികൾ ADRൽ ഉൾപ്പെടുന്നുണ്ട്. കൂടുതൽ കാര്യക്ഷമവും ചെലവ് കുറഞ്ഞതും വഴക്കമുള്ളതുമായ പരിഹാരങ്ങളാണ് ഇതിൽ ലക്ഷ്യമിടുന്നത്. ADRൻ്റെ പൊതുവായ രൂപങ്ങൾ മധ്യസ്ഥത, അനുരജ്ഞനം, വ്യവഹാരം, ലോക അദാലത്ത് എന്നിവയാണ്. പറ്റിയല്ലോ? ഇതൊക്കെയാണ് മധ്യസ്ഥത, അനുരജ്ഞനം, വ്യവഹാരം, ലോക അദാലത്ത് എന്നിവയാണ് അതിൻ്റെ പ്രധാന രീതികൾ കേട്ടോ. ഇനി നമുക്ക് അടുത്തതിൽ വരുന്നത് ആർബിട്രേഷൻ വ്യവസ്ഥകളാണ്. ആർബിട്രേഷൻ വ്യവസ്ഥകൾ എന്ന് പറയുമ്പോൾ കക്ഷികൾ തങ്ങളുടെ വൈരുദ്ധ്യം ഒരു നിർബന്ധിത തീരുമാനത്തിന് വേണ്ടിയിട്ട് മധ്യസ്ഥർക്ക് സമർപ്പിക്കുന്ന ഒരു ഔപചാരിക പ്രക്രിയയാണ് ആർബിട്രേഷൻ വ്യവസ്ഥ എന്ന് പറയുന്നത്.
അപ്പോൾ ഇത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു യൂണിറ്റ് കഴിഞ്ഞിട്ടില്ല. ഈ യൂണിറ്റ് ഞാൻ 2 പാർട്ടാക്കിയിട്ട് കുറച്ചധികം ഉണ്ട്. ഒന്നിച്ചെന്തായാലും ഒരു വീഡിയോ വിശാലമായിട്ട് ചെയ്യുന്നില്ല. അടുത്ത ഭാഗം അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക്സ്.